രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എത്ര തവണ ആ ശബ്ദം പുറത്തേക്ക് വന്നു? കഴിഞ്ഞ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഈ കാര്യത്തിൽ കോൺഗ്രസ് പുറത്താക്കി സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ UDF-ന് വേണ്ടി പ്രചരണ രംഗത്താണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഷാഫി പറമ്പിൽ അതിനെ ന്യായീകരിക്കുന്നു, VK ശ്രീകണ്ഠൻ ന്യായീകരിക്കുന്നു, അവിടെ K മുരളീധരൻ ഇയാൾ അങ്ങനെ ഇനി വീണ്ടും പ്രചരണത്തിനെത്തിയാൽ പുറത്താകും എന്ന് ഭീഷണിയായിട്ടെത്തുന്നു. എന്താണ് ഈ സംഭവിക്കുന്നത്? നോക്കൂ, പാലക്കാട് MLA ആയിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം എന്തായാലും കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടിയിലും പങ്കെടുക്കുന്നുമില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാലക്കാട്ട് അദ്ദേഹം ചെല്ലുമ്പോൾ അവിടെ വേദികളിൽ അദ്ദേഹം ചെല്ലാറുണ്ട്. മന്ത്രി ശിവൻകുട്ടിയായിട്ടുള്ളത്, മന്ത്രി കൃഷ്ണൻകുട്ടിയായിട്ടുള്ളത്, CPM MLA ആയിട്ടുള്ളവരൊക്കെ വേദിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവിടുത്തെ UDF-ൻ്റെ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടുന്നുണ്ട്, UDF-ൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തോട് സ്നേഹം കാണിക്കുന്നതിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ ആ ശബ്ദത്തിന്റെ പുറത്ത് സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പുറത്തേക്കൊരു സ്ത്രീയുടെ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ അക്കാര്യത്തിൽ പരാതിയുമായി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നു എന്ന വലിയ പരാതികൾ നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു കോൺഗ്രസ്സുകാരനാണ് അപ്പുറത്ത് പ്രതിയായി നിൽക്കുന്നത്, അപ്പുറത്ത് മറുഭാഗത്തെ ശബ്ദത്തിൻ്റെ ഉടമ എന്നുള്ളത് കൊണ്ട്, കോൺഗ്രസിനോട് സ്നേഹമുള്ളത് കൊണ്ട് അവരെയൊന്നും ഞങ്ങൾ എതിർക്കില്ല, അദ്ദേഹം എന്ത് തെറ്റ് ചെയ്താലും അത് ഞങ്ങളുടെ സ്വന്തം കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കലാണോ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചെയ്യേണ്ടത്? അല്ല, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടമാകുമ്പോൾ എന്തെങ്കിലും ശബ്ദരേഖയൊക്കെ പുറത്തേക്ക് വരും. ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആരുടെ ശബ്ദരേഖയാണെന്ന് എനിക്കറിയില്ല. കാരണം ഒരാൾ നിങ്ങൾ പറഞ്ഞു എന്നുകൊണ്ടതാവണമെന്നില്ല, എനിക്കറിയില്ല ആരുടെയാണെന്നുള്ളത്. ലാലിൻ്റെ അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖയാണെന്ന് തോന്നുകയാണെങ്കിൽ വിശ്വസിക്കാൻ എനിക്കറിയില്ല. മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു, നാട്ടു നടപ്പാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലോട്, നിങ്ങളുടേതാണോ അല്ലയോ പറയൂ, നിങ്ങൾ പറയുമെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മളത് ഈ നാട്ടിൽ എങ്ങനെയാണ് ചോദിക്കുക? താങ്കളൊരു പത്രപ്രവർത്തകനല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം പോലെ തോന്നുന്ന എന്ന് താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ അതിൽ സംശയമില്ല, ആ ശബ്ദം അതുപോലെ തന്നെയുണ്ട്. അങ്ങനെ അത്ര വലിയ മിമിക്രി താരം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അയാളെ കൊണ്ടുവരണമല്ലോ. രാഹുലിനെ ഇങ്ങനെ അപമാനിക്കുന്ന മിമിക്രിക്കാരൻ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? കോൺഗ്രസിനാണ് ഉത്തരവാദിത്തമില്ലേ? എന്തിനാണ് നമ്മുടെ നാട്ടിൽ പോലീസ് ഉള്ളത്? എന്തിനാണ് പോലീസ്? പരാതി മേടിച്ചിട്ട് നടപടി എടുക്കട്ടെ. അതെ, പരാതി വരുന്നുണ്ടല്ലോ. അല്ല ലാലെ ഒന്നാമത്തെ കാര്യം എന്നോട് ഈ വിഷയം പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ ലാലെ ചോദിച്ചുകൊണ്ട് പറയാണ്. ആ വിഷയത്തിൽ കോൺഗ്രസ് നടപടി എടുത്തിട്ടുണ്ട്. ഇനി ഗവൺമെൻറ് പോലീസൊക്കെ അന്വേഷിച്ച് നടപടി എടുക്കണമെങ്കിൽ എടുത്തോട്ടെ. എന്തായാലും തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾക്കിടയിലെ ഉള്ള വിഷയം അതല്ല. ശബരിമല ക്ഷേത്രത്തിലെ ഭഗവാന്റെ സ്വർണം CPM നേതാക്കൾ കൊള്ളയടിച്ചതാണ്. അവർ ജയിലിൽ കിടക്കുന്നതാണ്. CPM-ന്റെ ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗം, സെക്രട്ടേറിയറ്റ് അംഗം ജയിലിൽ കിടക്കുകയാണ്. ആ ജയിലിൽ കിടക്കുന്ന ഒരാളെ ഏതോ ഒരു ശബ്ദരേഖ ചർച്ച ചെയ്യുന്നതിന് എന്താ അർത്ഥമുള്ളത്?